നമ്മൾ ഇനി നേരെ പോകുന്നത് കണ്ണൂരിലേക്കാണ്. അവിടെ വളപട്ടണം പഞ്ചായത്തിൽ ചില കാര്യങ്ങളിലേക്ക് ഒരു പ്രതിസന്ധി നടക്കുന്നുണ്ട്. അത് ജീവനക്കാരുടെ ശമ്പളവും പഞ്ചായത്ത് അംഗങ്ങളുടെ ഓണറേറിയം അടക്കമുള്ള കാര്യങ്ങളിലാണ്. ആ ഓണറേറിയം അടക്കമുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങിയിട്ട് 2 മാസത്തിലേറെ ആയിരിക്കുന്നു എന്നതാണ് കാര്യം. പഞ്ചായത്തിന്റെ 1 കോടിയിലേറെ രൂപ വളപട്ടണം സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപമായിരിക്കെയാണ് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട്. പതിനാല് ജീവനക്കാരും 16 അംഗങ്ങളുമുള്ള വളപട്ടണം ഗ്രാമപഞ്ചായത്ത് ദൈനംദിന ചെലവിന് പോലും മാർഗമില്ലാത്ത അവസ്ഥയിലാണ് നിലവിൽ. 2 മാസമായി ജീവനക്കാരുടെ ശമ്പളം നൽകിയിട്ട്. ഇതിനൊപ്പം ഇവരുടെ PF ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും മുടങ്ങിയിരിക്കുകയാണ്. പഞ്ചായത്തിലെ മുൻ അംഗങ്ങളുടെ 2 മാസത്തെ ഓണറേറിയവും ലഭിക്കാനുണ്ട്. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ഉണ്ടായിരുന്ന പഞ്ചായത്തിന്റെ 2 കോടിയോളം രൂപ വളപട്ടണം സഹകരണ ബാങ്കിലേക്ക് മാറ്റിയിരുന്നു. കടുത്ത സാമ്പത്തിക ബാധ്യത നേരിടുന്ന ബാങ്കിന് പഞ്ചായത്തിന്റെ പണം തിരികെ നൽകാൻ സാധിക്കാതെ വന്നതോടെയാണ് പ്രതിസന്ധി കടുത്തത്. ആ ബാങ്കിലേക്കാണ് 2019-20 2 വർഷങ്ങളായിട്ട് 2 കോടി രൂപ വളപട്ടണം പഞ്ചായത്തിന്റെ ഫണ്ട് നിക്ഷേപം മാറ്റിയത്. ആ പൈസ കൃത്യമായി വളപട്ടണം പഞ്ചായത്തിന്റെ ആവശ്യത്തിന് കിട്ടാത്തൊരവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത്. അതാണ് ഇപ്പം നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. വളപട്ടണം സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ ഏതാണ്ട് 1 കോടി രൂപയോളം വളപട്ടണം പഞ്ചായത്തിന്റെ പൈസയുണ്ട്. ആ പൈസ പഞ്ചായത്തിന് കിട്ടുന്നില്ല. ലീഗ് ഭരണസമിതിക്ക് കീഴിലുള്ള ബാങ്കിന്റെ പ്രതിസന്ധി മറികടക്കാനാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി വൻ തുക നിക്ഷേപം നൽകിയത്. എന്നാൽ വായ്പാ തിരിച്ചടവടക്കം മുടങ്ങിയ വളപട്ടണം ബാങ്കിന് നിക്ഷേപം തിരിച്ചു നൽകാൻ പറ്റാത്ത അവസ്ഥയാണ്. നിലവിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് തദ്ദേശ വകുപ്പിനെ സമീപിച്ചിരിക്കുകയാണ് പഞ്ചായത്തിലെ പുതിയ ഭരണസമിതി. ബിജീഷ് ഗോവിന്ദൻ, മീഡിയ 1, കണ്ണൂർ. ബിജീഷ് ഗോവിന്ദൻ കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. ബിജീഷ്, വളപട്ടണം ഗ്രാമപഞ്ചായത്തിൽ ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നു. ഇത് പരിഹരിക്കാൻ എന്തെല്ലാം മാർഗങ്ങളാണ് നിലവിൽ ഭരണസമിതിക്ക് മുന്നിലുള്ളത്? തദ്ദേശ വകുപ്പ് ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? സൈഫുദ്ദീൻ, ഇതിനകത്ത് ഭരണസമിതിക്ക് മുന്നിൽ യാതൊരു മാർഗങ്ങളും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അതായത് കയ്യിലുള്ള പണം മുഴുവൻ ബാങ്കിൽ കൊണ്ട് നിക്ഷേപിച്ചിരിക്കുന്നു. ഇപ്പോൾ ദൈനംദിന ചെലവിന് പോലും പഞ്ചായത്ത് വലിയ തരത്തിൽ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. നമുക്കിതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് 2 മാസമായി സെക്രട്ടറി ഉൾപ്പെടെയുള്ള 14 ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുന്നില്ല. അവരുടെ ഇൻഷുറൻസ് അടക്കമുള്ള PF ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതോടുകൂടി പ്രതിസന്ധിയിലായി. അതൊക്കെ അടവ് മുടങ്ങിയ അവസ്ഥയിലാണ്. മാത്രമല്ല, ഭരണസമിതി കാലാവധി പൂർത്തിയാക്കിയ ഭരണസമിതിയിലെ പല അംഗങ്ങൾക്കല്ല, മുഴുവൻ അംഗങ്ങൾ 15 അംഗങ്ങളാണ് കഴിഞ്ഞ ഭരണസമിതിയിലുണ്ടായിരുന്നത്. ആ മുഴുവൻ അംഗങ്ങൾക്കും ഓണറേറിയം തുക നൽകാനുണ്ട്. അതായത് നവംബർ മാസത്തെയും ഡിസംബർ 21 വരെ അവരുടെ കാലാവധി തീരുന്നവരെയുള്ള കാലഘട്ടത്തിലെ ഓണറേറിയം നൽകാനുണ്ട്. ഒപ്പം തന്നെ പല തരത്തിലുള്ള, അതായത് അയൽക്കൂട്ടം ഉൾപ്പെടെയുള്ള പരിപാടികൾക്കായി അതിന്റെ നടത്തിപ്പിനായി നൽകേണ്ട തുക, മഴക്കാല പൂർവ്വ ശുചീകരണത്തിനായി ഓരോ അംഗങ്ങൾക്കും നൽകേണ്ട 10,000-ഓളം രൂപ, ഇങ്ങനെ ഏകദേശം ഓരോ അംഗങ്ങൾക്കും 30,000-ന് മുകളിൽ തുക നൽകാനുണ്ട്. അതൊക്കെ കുടിശ്ശികയായി കിടക്കുകയാണ്. ഈ ഘട്ടത്തിൽ പഞ്ചായത്ത് വലിയ തരത്തിൽ പ്രതിസന്ധി നേരിടുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലാണുള്ളത്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് ഇത് സംബന്ധിച്ച ഒരു നിവേദനം നൽകുന്നത്. ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഒരു സാമ്പത്തിക സഹായം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് തദ്ദേശ വകുപ്പ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. വലിയ നികുതികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വരുമാനമോ ഇല്ലാത്തൊരു പഞ്ചായത്താണ് വളപട്ടണം പഞ്ചായത്ത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളപട്ടണത്ത് മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലുള്ള സർവീസ് സഹകരണ ബാങ്ക് വലിയ പ്രതിസന്ധി നേരിട്ടിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ഇപ്പോഴും പ്രതിസന്ധിയിൽ തന്നെയാണുള്ളത്. ഭൂവായ്പ ഉൾപ്പെടെ നൽകി അത് തിരിച്ചടവ് മുടങ്ങിയതോടുകൂടിയാണ് ബാങ്ക് പ്രതിസന്ധിയിലേക്ക് പോയത്. ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കുന്നതിനായിട്ടാണ് 2018-19 കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലുള്ള വളപട്ടണം പഞ്ചായത്ത് ഭരണസമിതി മുൻകൈ എടുത്തുകൊണ്ട് 2 കോടിയോളം രൂപ, അത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലുണ്ടായിരുന്ന പണമാണ്, ഈ പണം എടുത്ത് ബാങ്കിന് നൽകിയത്. ബാങ്കിൽ നിക്ഷേപമായി നൽകുകയാണ് ഉണ്ടായത്. അതിനകത്ത് ഏകദേശം 1 കോടിയോളം രൂപ പല ഘട്ടങ്ങളിലായി പഞ്ചായത്ത് പിൻവലിക്കുകയും ചെയ്തിരുന്നു. ബാക്കിയുള്ള 1 കോടിയിലേറെ രൂപയാണ് ഇപ്പോൾ പഞ്ചായത്തിൻ്റെത് ബാങ്കിൽ കിടക്കുന്നത്. അത് ഒരു തരത്തിലും പിൻവലിക്കാൻ സാധിക്കുന്നില്ല. ബാങ്കിൽ ദൈനംദിന ചെലവിന് പോലും കാര്യങ്ങളില്ലാത്ത അവസ്ഥയാണ് ബാങ്കിനുമുള്ളത്. ഇത് രണ്ടും കൂടി ഇപ്പോൾ വലിയ തരത്തിലേക്കുള്ള ഒരു പ്രതിസന്ധിയായി മാറിയിരിക്കുന്നു. വളപട്ടണം പഞ്ചായത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ പദ്ധതി ഉൾപ്പെടെയുള്ളവയും പ്രതിസന്ധിയിലാകുന്ന അല്ലെങ്കിൽ തടസ്സപ്പെടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. സൈഫുദ്ദീൻ.